ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഡീറ്റെയിൽ വീഡിയോ ഇടാന്ന്. അപ്പോൾ ആ വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ വേസ്റ്റ് തുണി. കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊന്ന് കീറി എടുത്തിട്ട് ഒരു ഭാഗമായിട്ടുള്ള ഒരു വേസ്റ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാങ്കിൾ വേണം. അതൊന്ന് സൈഡിൽ ഇങ്ങനെ വയ്ക്കുക. ശേഷം നമുക്ക് കത്രിക ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അതേമാതിരി ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇതേമാതിരി കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അവിടെ വീഡിയോ കാണാനായിട്ട് ഒരാൾ വന്നിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കിട്ടുപൂച്ചനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കിട്ടുപൂച്ച. കണ്ണടയ്ക്കും തുറക്കും. കിട്ടു 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 ആൾക്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അത് കാരണമാണ് കിട്ടു കിട്ടു ഗൈസ് പേടിച്ചോടി. അവൻ പേടിച്ചോടിയ കാരണം നമുക്ക് ഇവിടെ നിർത്താം. എൻ്റെ ചെരുപ്പ് ഇവിടെ നോക്കിയതാണ്. ഇനി നമ്മൾ ഇത്രയും പിന്നെയും ബാക്കിയുണ്ട്. ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഒന്ന് ത്രെഡൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പൊളിയല്ലേ മക്കളെ നമ്മള്. അതൊക്കെ ഇതാ അങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ എന്താണാവോ എൻ്റെ കത്രികക്ക് മൂർച്ചയില്ല ഗൈസ്. അപ്പം നമ്മൾ ഇങ്ങനെ റൗണ്ട് ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുക. ഓ മൈ ഗോഡ്, ഞാനിപ്പോഴും ഒരു സത്യം തിരിച്ചറിയുന്ന നമുക്കിന്ന് കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ പോവില്ല. നമുക്ക് കുഴപ്പമില്ലാതെ അവിടെ കിടക്കട്ടെ. ബാക്കി പരിപാടികൾ ചെയ്ത് തുടങ്ങാം. അയ്യോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിയാറായിൻ്റെ. പിന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ചൊന്ന് ഹോള് ഒന്ന് വിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മളത് അവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്നിങ്ങനെ എടുത്തു കൊടുക്കുക. മെല്ലെ എടുക്കാൻ പാടുള്ളൂ. മെല്ലെ എടുത്തിൽ ക്ഷമ നമുക്ക് വേണ്ടതാണ്. ഇതിന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഉണ്ടാക്കിയപ്പോൾ റെഡിയായി. ഇപ്പോൾ തേർഡാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. മെല്ലെ ഒന്ന് അപ്പം അതിങ്ങനെ ഉണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളതൊന്ന് മെല്ലെ അടർത്തി എടുക്കണേ.
ഇതൊക്കെ ചെറിയ ഫിഷായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിത് അടർത്തിയെടുത്തിട്ട് ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താ കാട്ടുന്നതെന്ന് വെച്ചാൽ ഇതൊരു കൊതുക് കടിച്ചക്കാരനൊന്ന് എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതാ അതേമാതിരി ബണ്ണിൻ്റെ സ്പോഞ്ചാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ഞി എടുക്കാം. പഞ്ഞി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മരത്തുമ്മ ഒരു പഞ്ഞി മാതിരി കിട്ടൂലേ, അപ്പം അതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ പഴയ വേസ്റ്റ് ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമാണുള്ളത്, അതിന് ഉള്ളിൽ കൂടെ ഇതാക്കാനും കയറ്റാനും ഇതിനൊക്കെ പണിപാളും. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങനെ കയറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ അതൊന്നും തന്നെ കയറൂല. അപ്പോൾ നമ്മളിതും തന്നെ കയറ്റി കൊടുക്കാണ്ട് നമ്മൾ ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ നമ്മുടെ സൂചിയോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊക്കെ ചേർക്കാം. പക്ഷെ ഇത് കൈ കൊണ്ട് ചേർത്താൽ നമ്മുടെ കാര്യം പോക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാലും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പേന കൊണ്ട് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒന്ന് മാത്രം കുറച്ച് മതി. അപ്പോൾ ഇത്ര എടുത്തിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കണം. കയറ്റി കൊടുക്കുക നല്ല പണിയാണ്. എന്നാൽ നമ്മൾ കയറ്റിയിട്ട് പെന്ന് കൊണ്ട് ചേർക്കാന്ന് വെച്ചാൽ അതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിതാ ഇത്രയും ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു തുമ്പുണ്ട്. അത് ഈ പഞ്ഞൊന്ന് അതിൻ്റെ ഉള്ളിൽ ഇറക്കി കൊടുത്തു. ശേഷം ഇവിടെ ഈ ഒരു തുമ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെ നിന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു തുന്നിയത് കൊണ്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടൽ വല്ലാത്തൊരു കെട്ടിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വലിയൊരു കെട്ട് കൊടുക്കേണ്ടത്. ചെറിയ കെട്ട് കൊടുത്താൽ നമുക്കത് ഇങ്ങനെ കിട്ടൂല. ഇങ്ങനെ ഒരു കെട്ടി കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇവിടെ ഒന്ന് വല്ലാത്തൊരു കെട്ടലായി പോയില്ലേ. ഇവിടെ ഒന്നൊരു കെട്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ മടക്കി കൊടുക്കുക. പിന്നെ ഇവിടെയും ഒന്ന് മടക്കി കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നില്ല ഗൈസ്. അതാണ് ഞാനിവിടെ കുറേ എക്സ്പ്രഷൻസ് ഇടുന്നത്. ഇങ്ങനെ കെട്ടിയിട്ട് അതിന് ശേഷം ഒന്നിങ്ങനെ ഒന്ന് വലിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു ഷേപ്പ് മെയിനായിട്ട് ഷേപ്പൊക്കെ തന്നെ ആയിട്ടുണ്ടല്ലേ. ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് കളിക്കാനുണ്ടായിരുന്നു. തല തിരിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കാര്യമുള്ളൂ. എത്തണില്ല. നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടണമെങ്കിൽ കുറച്ച് വിട്ട് കൊടുക്കുക.
കയ്യിൽ മുത്താമ കരകരഞ്ഞ് കുറ്റാമ പാട്ടൊക്കെ പാടണ്ടേ. മിനി മിനി അമ്മയും കുട്ടിയും കേട്ടോ, അമ്മയും കുട്ടിയും. ഇത് അമ്മ ഉണ്ടാക്കുന്നത് കുട്ടി കേട്ടോ, അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങളൊക്കെ. അല്ലാണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയുമെന്നൊന്നും തോന്നണില്ല വലുതുണ്ടാക്കാന്ന് വെച്ചാൽ. ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് റിയാക്ഷൻസൊക്കെ കാണും, നിങ്ങളിതൊന്നും തെറ്റിദ്ധരിക്കരുത്. ശേഷം ഇതാ ഒരു കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് ഒന്ന് മുറിച്ച് കൊടുക്കണം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ കത്രിക കുറച്ച് മൂർച്ച കുറഞ്ഞിട്ടുണ്ട്, അത് കാരണമാണ് പ്രശ്നം. ഇനി ഈ ഒരു സാധനം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇനി പെയിൻറ്റ് വേണം. പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, പെയിൻറ്റിലൊന്നുമില്ല കേട്ടോ, കണ്ട. അതാണ് അവസ്ഥ ഗൈസ്. നമ്മുടെ കയ്യോ അല്ലെങ്കിൽ നമ്മുടെ കൈ എടുക്കുകയാണെന്നാണ് ബെറ്റർ എന്ന് തോന്നണം. ഞാൻ അന്നാൾ കൈ എടുത്തപ്പോൾ ഇതാ ഉണങ്ങി ഗൈസ്, ഉണങ്ങി. അവിടെ ഉണ്ട് തോന്നുന്നു. വായോ നിങ്ങൾ വായോ. അപ്പോൾ നമ്മൾ ഒരു കണക്കിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ക്ലേ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പെയിൻറ്റ്. നമ്മുടെ കയ്യിൽ കുറച്ച് ചീട്ടൊക്കെ ആയിട്ടുണ്ട്. ക്ലേ ആയ കാരണം നമുക്ക് സിമ്പിളായി. അപ്പോൾ നമുക്കിതാ ഇനി ഒരു കണ്ണൊക്കെ വെച്ച് എൻ്റെ കയ്യിലിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ണൊക്കെ വെച്ച് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് ഞാനിവിടെ. കണ്ണ് വെച്ചു. അപ്പോൾ നമ്മുടെ ഐ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐ ബോൾ ഇവിടെ റെഡി ആവാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിനുള്ള വാല് സെറ്റാക്കി കൊടുക്കണം. ചെറിയ വാലാണ്. നമ്മൾ ഈ ക്ലോത്തിൽ വരച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് കിട്ടില്ല കേട്ടോ. അതാണ് പറയാൻ കാരണം. ചെറുത് മതിയില്ലേ, വലുത് വേണ്ടല്ലോ. വാലൊക്കെ സെറ്റാക്കി എടുക്കാൻ പണിയാണ്. ഇപ്പം നമ്മുടെ കുട്ടിയുടെ വാല് നമ്മൾ റെഡ് കളറാണ്. അമ്മയുടെ കളറ് ഒരു റെഡും വൈറ്റും എല്ലാ ഒരു കളറും കൂടിയിട്ടാണ്. ഒരു ബ്ലാക്ക് വൈറ്റ് ഒരു ഷീറ്റിലാണ് അമ്മയുടെ ഇതാണ് കാരണം നമുക്ക് കുറച്ച് റെഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. ഫസ്റ്റ് നമ്മൾ ഈ തുണി നമുക്കിത് ഇങ്ങനെ കിട്ടണില്ലെങ്കിൽ ഫസ്റ്റ് നമ്മളിതൊന്ന് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മൾ വരച്ച ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വാലിവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യം കിട്ടണമെന്ന് വെച്ചാൽ നമുക്കൊരു വൈറ്റൊന്ന് അലമ്പി കൊടുക്കണം. അലമ്പി കൊടുക്കുകയെന്ന് വെച്ചാൽ റെഡി ആയിക്കോളും. ഞാൻ അവിടെ അലമ്പി കൊടുത്തിട്ട് റെഡി ആവണില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എങ്ങനെയാ വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഒരു പാരമ്പര്യം കിട്ടിയാൽ മതി. ഇനി നമുക്ക്
സൂചി എടുക്കുക, നീഡിലെടുക്കുക, ത്രെഡ് എടുക്കുക. ഇതിങ്ങനെ പോട്ടെ പോയിട്ട് കോർത്തിട്ട് ഇപ്പം നമ്മളിവിടെ നൂലും സൂചിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയൊരു കട്ടയാക്കിയിട്ടുണ്ട്. നമ്മുടെ വാലെടുക്കുക. അല്ല നമ്മുടെ കുട്ടിയെ കുട്ടീനെ ഇവിടെ റെഡിയാക്കി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുട്ടിക്ക് നമ്മുടെ വാല് ഏതാണെന്നൊന്നും തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വാല് വെച്ച് കൊടുക്കണ്ടേ. അപ്പം നമുക്ക് അവിടെ വാല് ഇങ്ങോട്ട് വെക്കാലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക്